നമ്മുടെ ജീവിതത്തിൽ പഠനം ഫലപ്പെടാൻ നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത് മനസ്സമാധാനവും സന്തോഷവുമാണ്. സമാധാനത്തോടെയും സന്തോഷത്തോടെയും പഠിക്കുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ നിൽക്കുക. അങ്ങനെ ഓർമ്മയിൽ നിൽക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം എന്ന് വിശ്വസിക്കലാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസമാണ് എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നതും സങ്കടം ഉണ്ടാക്കുന്നതൊക്കെ. ഒരു ഉദാഹരണം, ഞാനൊരു ദിവസം ഒരാൾക്ക് ഒരു കവറിൽ 4500 രൂപ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ചെറിയൊരു കുറിപ്പ് എഴുതിയിട്ട് കൊടുത്തു. ആ കുറിപ്പിൽ ഞാൻ ഇങ്ങനെ എഴുതി, ഇതിൽ 5000 രൂപ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഈ 5000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് വസ്തു വാങ്ങുകയോ ഭക്ഷണം കഴിക്കുകയോ അങ്ങനെ എന്തും ചെയ്യാം. ഈ 5000 രൂപ നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഈ 4500 രൂപയുള്ള കവറ് ഒരാൾക്ക് കൊടുത്താൽ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പം നിങ്ങൾക്കാണ് അങ്ങനെ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകും. എന്താ ഉണ്ടാകുക? സന്തോഷം ഉണ്ടാവോ സങ്കടം ഉണ്ടാവോ? നമ്മളൊന്ന് ആലോചിച്ചു. ആ എഴുത്ത് വായിച്ചിട്ട് നിങ്ങൾ ആ ക്യാഷ് എണ്ണി 4500 രൂപയാണ് ഉള്ളത്. ഇതിലുള്ള എഴുത്തെന്താ? ഈ 5000 രൂപ നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ ഉണ്ടാവും? എന്താ അപ്പോഴത്തെ ഫീലിംഗ്? എന്താ? ഈ 500 എവിടെ പോയി എന്നുള്ളതല്ലേ ചിന്തിക്കുക. എന്താ സംഭവിച്ചത്? അയാൾക്ക് 500 നഷ്ടപ്പെടുകയാണോ ചെയ്തത്? 4500 കിട്ടുകയാണ് ചെയ്തത്. പക്ഷെ അയാൾ സങ്കടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? 5000 രൂപയുണ്ട് എന്ന വിശ്വാസമാണ് അയാളെ സങ്കടപ്പെടുത്തുന്നത്. ഇതാണ് ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. നമ്മുടെ അഖീദയാണ് ഏറ്റവും വലിയ വിഷയം. നമുക്കെല്ലാ നേട്ടങ്ങളും നേടിത്തരുന്നത് ഈ അഖീദയാണ്. എല്ലാ നേട്ടങ്ങളും നമുക്ക്, എല്ലാ സന്തോഷങ്ങളും നമുക്ക് നേടിത്തരുന്ന ഈ വിശ്വാസമാണ്, ബിലീഫ്. എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പം ആദ്യം എൻ്റെ പ്രിയപ്പെട്ട ബഹുമാന്യരായ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ലൈഫിൽ എപ്പോഴും നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയും എന്നതാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലേ, അജബൻ ലി അംറിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ ഇന്ന അസാബത്തുഹു സറ ശക്കറ ഫകാന ഖൈറൻ ലഹു വഇന്ന അസാബത്തുഹു ലറാഉ സ്വബറ ഫകാന ഖൈറൻ ലഹു. ലൈഫിൽ 2 തരമേ ഉള്ളൂ, ഒന്ന് സറ ഒന്ന് സല്ലറ. ഈ സന്തോഷമായാലും സന്താപമായാലും ആ സമയത്തെ ഒരാളുടെ സമീപന രീതി എന്താണ്, അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, അതിനോടുള്ള സമീപന രീതി എന്താണ്, അതിനനുസരിച്ച് അയാൾക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. അതെല്ലാം പ്രതിഫലർഹമാണ്, അതെല്ലാം നന്മ മാത്രമാണ്. ഇപ്പം ലൈഫിൽ ഒരു സത്യവിശ്വാസിയുടെ സമീപന രീതി ജീവിതത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷവും സമാധാനവും അർഹമാണ്. വി ആർ വർത്ത് ലവിങ്. നമ്മൾ എപ്പോഴും അഹ്ല് ഖൈറാണ്, അഹ്ല് സുറൂറാണ്, സന്തോഷിക്കാനും നന്മക്കും അർഹതപ്പെട്ടവരാണെന്ന് വിശ്വസിക്കലാണ് പ്രധാനം. ഒരു വിദ്യാർത്ഥി ജീവിതം എന്ന് പറഞ്ഞാൽ മരണം വരെ വിദ്യാർത്ഥി ജീവിതമാണ്. വിദ്യാർത്ഥി ജീവിതം അവസാനിക്കലില്ലല്ലോ. അപ്പം ഈ വിദ്യാർത്ഥി ജീവിതം സന്തോഷിക്കാനുണ്ടാകേണ്ടത് ഈ ബിലീഫാണ്. അഥവാ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയും, മനസ്സമാധാനത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റും എന്ന വിശ്വാസമാണ് ആദ്യം വേണ്ടത്.
പരിശുദ്ധ ഖുർആൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്ന സമയത്ത് പറഞ്ഞു, ഫ ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് വന്നു പറഞ്ഞു, ഭയങ്കര ആഹ്ലാദത്തോടെ പറഞ്ഞു, ഈ ഉമ്മത്തിന് 2 ഖൈറുണ്ട്, 2 യുസ്റുണ്ട്, ഒരു ഉസ്റേ ഉള്ളൂ. ഡിഫിക്കൽട്ട് അതൊന്നേ ഉള്ളൂ, യുസർ ഈസി, അത് 2 ഉണ്ട് ഈ ഉമ്മത്തിന് എന്ന് നബി തങ്ങൾ സന്തോഷത്തോടെ പറഞ്ഞു. ഈ 2 ആയത്തിൻ്റെ തഫ്സീർ ഒന്ന് വായിച്ചാൽ കാണാം, റാസിയിലൊക്കെ കാണാം. അതാണ് ശരിക്കും ജീവിതം. ഈ ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് പിന്നെ നിങ്ങൾക്ക് എളുപ്പമാണ്. പഠനത്തെക്കുറിച്ചും നാം മനസ്സിലാക്കേണ്ടത്, പഠനമാണ് ഏറ്റവും ആസ്വദിച്ച് ചെയ്യാവുന്ന ഗെയിം. ഏറ്റവും ആസ്വദിച്ച് ചെയ്യാവുന്ന ഗെയിം അത് പഠനമാണ്. പഠനത്തിൻ്റെ ഹൈഅത്ത്, ഉസ്ലൂബ്, ഈ ഉസ്ലൂബിൽ എവിടെയെങ്കിലും നമുക്ക് പരുക്കുകളുണ്ടെങ്കിൽ അത് തിരുത്തി എപ്പോഴും മുന്നോട്ട് പോകണം. അതിനാദ്യം രൂപപ്പെടേണ്ടത് ഈ ഒരു കാഴ്ചപ്പാടാണ്. എന്താ കാഴ്ചപ്പാട്? ജീവിതത്തിൽ എനി ടൈം, ഏത് സമയത്തും, ഏത് സമയം വേണമെങ്കിലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം എന്ന് മാത്രമല്ല, വിശ്വാസം കൂടുന്നതിനനുസരിച്ച് സന്തോഷവും സമാധാനവും കൂടുകയാണ് ചെയ്യുക. വിശ്വാസം കൂടുന്നതിനനുസരിച്ച് കൂടുകയാണ് ചെയ്യുക. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ ലാ തബ്ദീല ലികലിമാത്തില്ലാഹി ദാലിക്കൽ ഫൗസുൽ അദീം. ഇവിടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരെ സവിശേഷത പറയാണ്, തഖ്വയുള്ള ആൾക്കാർക്കുള്ള സവിശേഷതയാണ് ലഹും അൽ ബുഷ്റ. ഇസ്മു തഫ്ളീൽ ആണല്ലോ ബുഷ്റ, അല്ലേ? ഇസ്മു തഫ്ളീൽ തനീസിൻ്റെ ലഫ്ള് കൂടി കൊണ്ടുവരുമ്പോൾ മഅന കൂടും എന്നല്ലേ, അല്ലേ? അങ്ങനെയല്ല ഖായിദ. അപ്പം ബിഷാറത്ത് അതിൻ്റെ സിയാദത്തിൻ്റെ അഖ്സ ഗായത്തിലാണ്. ലഹുമുൽ ബുഷ്റ, സന്തോഷമാണ്. എവിടെ? ഫിൽ ഹയാത്തി ദുനിയ ആദ്യം പറഞ്ഞു, വഫിൽ ആഖിറ, പരലോകത്ത്. ഇനി അങ്ങനെ ആകാൻ ചെയ്യേണ്ടത് എന്താണ്? ലാ തബ്ദീല ലികലിമാത്തില്ല, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അത് വളരെ ബെറ്ററാണ്. ലാ തബ്ദീല ലികലിമാത്തില്ല, അള്ളാഹുവിൻ്റെ തീരുമാനം ബെറ്ററാണ്. അതിൻ്റെ തബ്ദീൽ ആവശ്യമില്ല, റെഡിയാണ്, കറക്റ്റാണ്. ചിലയിടത്ത് ആരോഗ്യം, ചിലയിടത്ത് രോഗം, രണ്ടായാലും സത്യവിശ്വാസിക്ക് നഷ്ടം ഉണ്ടാവോ? ഇല്ല. ചിലയിടത്ത് പ്രശസ്തി, ചിലയിടത്ത് മറ്റുള്ളവരുടെ അപരാധങ്ങൾ, നഷ്ടം ഉണ്ടാവോ? ഇല്ല. ചിലയിടത്ത് നമുക്ക് അധികാരവും എല്ലാം ഉണ്ട്, ചിലയിടത്ത് നമ്മൾ മറ്റുള്ളവരാൽ ഭരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്നു. നഷ്ടമുണ്ടോ? ഇല്ല. നഷ്ടമുണ്ടാവും, കാരണം പ്രതിഫലം ഉണ്ടാവും. ഇത് തീർന്നു പോകുന്ന ലോകമാണ്. ഇവിടെ നമുക്ക് എന്താണോ അനുഭവിക്കുന്നത് അതൊന്നും നഷ്ടമല്ല. വിശ്വാസമാണ് നമ്മെ നയിക്കുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ആദ്യം അവലൻ രൂപപ്പെടേണ്ടത്, നമുക്ക് ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാം. ഈ വിശ്വാസമാണ് രൂപപ്പെടേണ്ടത്. ഈ വിശ്വാസം രൂപപ്പെട്ടതിന് ശേഷം പിന്നെ നമ്മുടെ പഠനത്തെക്കുറിച്ച് വിശ്വസിക്കേണ്ടത്, പഠനം നമുക്ക് എപ്പോഴും എളുപ്പം നിർവഹിക്കാൻ പറ്റുന്നതാണ്. പഠനം ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും ചെയ്യാൻ കഴിയുന്ന പ്രോസസ്സാണ്. അത് നമ്മുടെ അവകാശവുമാണ്, നമ്മുടെ റൈറ്റാണ്. ഹഖ്ഖുൻ ലനാ, നമ്മുടെ അവകാശമാണ്. മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്കാവശ്യമായ ഉന്നതങ്ങൾ നേടിയെടുക്കുക എന്നുള്ള നമ്മുടെ അവകാശമാണ്. ഇത് വിശ്വസിച്ചതിന് ശേഷമാണ് പഠനത്തിന് വേണ്ടിയുള്ള നമ്മുടെ ശ്രമങ്ങൾ, തശ്മീർ, നമ്മുടെ ശ്രമങ്ങൾ നടക്കുന്നതെങ്കിൽ അവിടെ പിന്നെ അങ്ങോട്ട് എളുപ്പമാണ്. ആ ജുഹുദ് ഒരിക്കലും നമുക്ക് ലാഹിയായി പോവുകയില്ല, നഷ്ടപ്പെട്ടു പോവില്ല.
ആ അധ്വാനം, ആ എഫേർട്ട് എവിടെയും നമുക്ക് നഷ്ടപ്പെടില്ല. നമുക്കെപ്പോഴും അതിങ്ങനെ റീപ്രൊഡക്റ്റീവായി ഇങ്ങനെ ഉറവ പൊട്ടി ഒഴുകുന്നത് പോലെ വീണ്ടും 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 പ്രത്യുൽപാദനപരമായി വളർന്നുകൊണ്ടിരിക്കും. ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ടത് ഈ ഒരു കാഴ്ചപ്പാടാണ്. ഈ കാഴ്ചപ്പാടുണ്ടായാൽ പഠന രീതിയിലെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത നമ്മുടെ ക്യാപിറ്റൽ ടൈമാണ്. നമ്മുടെ മൂലധനം ടൈമാണ്, സമയമാണ്. ഈ സമയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം. സമയം എങ്ങനെ യൂസ് ചെയ്യുന്നു? സമയം യൂസ് ചെയ്യണമെങ്കിൽ എന്തു വേണം? ആദ്യം കണക്ക് വേണം. കണക്ക്. സമയത്തിന് എപ്പോഴും സമയത്തെ വിഭജിച്ച് ശീലിക്കണം. അള്ളാഹു 7 ദിവസത്തെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ 7 ദിവസത്തിനും കണക്ക് വെച്ചു. ഒരു ദിവസം ഫ്രീ ടൈം ആക്കി വെച്ചു. അപ്പോൾ അങ്ങനെ മനുഷ്യൻ ഇതിനെ അനുധാവനം ചെയ്യണം. അങ്ങനെ വർക്കുകൾ ചെയ്യുന്ന സമയത്ത്, നമ്മളെ ജോലികൾ ചെയ്യുന്ന സമയത്തും ഇതേപോലെയുള്ള ഉത്തരവാദിത്വത്തിലും വേണം ഈ തഖ്സീം, ഈ ഡിവൈഡിങ്, ഈ ഷെഡ്യൂളിങ്. അത് എന്തിലും വേണം? ഉത്തരവാദിത്വ നിർവഹങ്ങളിലും വേണം. ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് ക്യാപിറ്റലായ ടൈം അത് യൂസ്ഫുൾ ആകണമെങ്കിൽ ആ ടൈമിനെ വരച്ച് ശീലിക്കണം. 7 ദിവസത്തെ അള്ളാഹു വരച്ചു, 7 ദിവസങ്ങളാക്കി വരച്ചു. തിങ്കൾ, ചൊവ്വ, അഹദ്, ഇസ്നൈൻ, തലാസ, അർബിയ, ഖംസ്, ഇങ്ങനെ ഓരോന്നിനെയും ഇങ്ങനെ എണ്ണിത്തിരിച്ചു. ഇതുപോലെ ദിവസത്തിലെ സമയങ്ങളെയും നാം ഡിവൈഡ് ചെയ്യാം. ലോകത്ത് പ്രഗത്ഭരായ ആൾക്കാർ, ലോകം വെട്ടിപ്പിടിച്ച ലോകപ്രശസ്തർ, സമ്പന്നര്, സംരംഭകര്, ലോകം പ്രശസ്തി നേടിയ ആൾക്കാർ, ഇവരൊക്കെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിരുന്ന ഒരു റൂളാണ് സമയത്തെ യൂസ്ഫുൾ ആക്കുക, സമയത്തെ എണ്ണിയെടുത്ത് ഉപയോഗിക്കുക. അതായിരുന്നു അവരുടെ ഏറ്റവും സൂക്ഷ്മമായ ഇടപെടൽ. ഇത് ഒരു വിദ്യാർത്ഥിയുടെ സവിശേഷമായ ഒരു പ്രത്യേകതയാണ്. സമയത്തെ ഷെഡ്യൂൾ ചെയ്ത് ഉപയോഗിക്കുകയാണോ? ഇന്ന് സാമ്പത്തികം വിലയിരുത്തുമ്പോൾ ഒരുപക്ഷെ യൂസുഫ് അലിയും നമ്മുടെ ഈ റോഡ് സൈഡിലുള്ള ഏതെങ്കിലും ഒരു പെട്ടിക്കട നടത്തുന്ന ആളും രണ്ടാളും ഉപയോഗിക്കുന്നത് 24 മണിക്കൂർ തന്നെയാണ്. രണ്ടാളും ഉപയോഗിക്കുന്ന 24 മണിക്കൂറാണ്. വ്യത്യാസം ഒന്ന് അവരുടെ കാഴ്ചപ്പാട്, രണ്ട് അവർ സമയം ഉപയോഗിക്കുന്നതിൻ്റെ രീതിയാണ്. ലോകപ്രശസ്തരായ പണ്ഡിതന്മാരും ഇപ്പോൾ ബിരുദം എടുത്ത ആൾക്കാർ, ഇവിടുത്തെ ബിരുദമായാലും അല്ലാത്ത നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിലെ ബിരുദമാണെങ്കിലും, ഇവിടെ അൽഹംദുലില്ലാ പാലക്കാട് കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു സ്ഥാപനമാണ് ഹസനിയ. ഇവിടെ നിന്ന് ബിരുദമെടുത്ത ധാരാളം പണ്ഡിതന്മാരെ കാണാം. എല്ലാവരും ഒരുപോലെയാണോ? അല്ല. അവരുടെ സമയത്ത് ഉപയോഗിക്കുന്നത് പോലെ അതിന് മാറ്റം ഉണ്ടാകും. അഖ്ല് എന്നതൊരു പാത്രമാണല്ലോ, റിസാനത്തിൽ നമ്മൾ പറഞ്ഞതല്ലേ. അഖ്ല് ഒരു പാത്രമാണ്. ഈ പാത്രത്തിന് മാത്രം പ്രത്യേകതയുണ്ടോ? സ്വർണമില്ലാത്ത സ്വർണം വീട്ടുവെക്കുന്ന ഒരു ബോക്സ്, അതിന് വല്ല സവിശേഷതയുണ്ടോ? ആ ബോക്സിന് സവിശേഷത ഉണ്ടാകുന്നത് എപ്പോഴാണ്? അതിൽ സ്വർണം വെച്ചാലാണ്. ഇതുപോലെ അഖ്ല് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. അഖ്ലിൻ്റെതായ ലുഗത്തുണ്ട്. ഓഡിറ്ററി, കിനസറ്റിക്, വിഷ്വൽ, ഇങ്ങനെ ലുഗത്തുണ്ട്. ഈ ലുഗത്തിനനുസരിച്ച് അഖ്ലിനെ ഉപയോഗിക്കുമ്പോഴാണ് പഠിക്കുന്ന സമയത്ത് നമുക്കത് ശ്രദ്ധിക്കാം. ഇപ്പം ചിലർക്ക് പഠിക്കുന്ന സമയം ഉറക്കെ വായിച്ചാൽ പെട്ടെന്ന് ഗ്രാഹ്യമാകും. നടന്ന് ഉറക്കെ വായിച്ചാൽ ചിലർക്ക് പെട്ടെന്ന് അത് ഗ്രാഹ്യമാകും. ഈണത്തിൽ വായിച്ചാൽ, വഅദ് പറയുന്ന ശൈലിയിൽ അല്ലെങ്കിൽ പാട്ട് പാടുന്ന ശൈലിയിൽ ബൈത്താക്കിയിട്ടൊക്കെ പഠിച്ചാൽ പെട്ടെന്ന് ഇണങ്ങുന്നവരുണ്ടാകും. കിനസറ്റിക് ആയിരിക്കാം അവർ. ചിലർക്ക് വായിച്ചാൽ മതി, ലൗഡ്ലി സൗത്തൻ ചെയ്താൽ മതി, വായിച്ചാൽ മതിയാകും. ഓഡിറ്ററി ആയിരിക്കും അവർ. മറ്റു ചിലർ ആ പേജ് നന്നായി ഇങ്ങനെ നോക്കി ആ പേജിനെ അങ്ങനെ തന്നെ മനസ്സിൽ പകർത്തി വെച്ചു. ആ ഇബാറത്തിൻ്റെ ആ ഒരു സൂറത്ത്, അതിൻ്റെ വിഷ്വൽ, അത് മനസ്സിലേക്ക് പകർത്തിയതിന് ശേഷം അത് മനസ്സിൽ കണ്ടത് വായിക്കുന്നു. വിഷ്വലായിരിക്കാം അവർ. ഇങ്ങനെ വിഷ്വൽ, ഓഡിറ്ററി, കിനസറ്റിക്, ഈ
ലുഗത്ത് ഫഹ്മിന് ഉണ്ട്. വ്യത്യസ്തമായ 3 ലുഗത്ത് ഫഹ്മിൻ്റെതാണ്, സവിശേഷതയാണ്. ഈ സവിശേഷത അനുസരിച്ച് പഠനത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോരുത്തർക്ക് എന്താണോ മുഴുവൻ പ്രൈമറി, അവരുടെ പ്രിഫേർഡ് ആയത് എന്താണോ അത് അവർക്ക് ഫോളോ ചെയ്യാം, അത് അവർക്ക് പിന്തുടരാം. അത് പിന്തുടരുന്നതനുസരിച്ച് വൻ മാറ്റം കാണാം, പഠിക്കുന്ന സ്പീഡാകുന്നത് കാണാം. പിന്നെ ഒന്ന്, പഠിക്കുന്ന സമയത്ത് എപ്പോഴും സ്കിൽ ലെവലിലേക്ക് പഠനത്തെ കൊണ്ടുവരുന്നത്, മലക്ക ലെവലിലേക്ക് പഠനത്തെ കൊണ്ടുവരുന്നത് വളരെയേറെ ഫാസ്റ്റായിട്ട് പഠിക്കാം. നമ്മൾ കിതാബുകൾ നഹ്വ് പഠിക്കുമ്പോൾ, അതുപോലെ സർഫ് പഠിക്കുമ്പോൾ, അതിനുശേഷമുള്ള തഫ്സീറോ ഹദീസോ ഫിഖ്ഹോ ഉസൂലുൽ ഹദീസോ തുടങ്ങിയ ഈ വിജ്ഞാന ശാഖകൾ ഏത് പഠിക്കുമ്പോഴും അതിൻ്റെ ഓരോ ലെവലുകൾ തിരിച്ച് ആ ലെവൽ അച്ചീവ് ചെയ്യുക, ലെവൽ തഹ്സീലാക്കുക എന്ന രീതിയിൽ പഠിക്കാൻ ശ്രമിച്ചാൽ പഠനം ഫാസ്റ്റ് ആകുന്നത് കാണാം. ഒരു വിദ്യാർത്ഥിയുടെ സവിശേഷമായ മറ്റൊരു ടൂളാണ് സുആൽ. ഇന്ത്യയിൽ വലിയ അറിയപ്പെട്ട സംരംഭകരെയും അറിയപ്പെട്ട വ്യക്തിത്വങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഇന്ത്യയിലെ പ്രശസ്ത സംവിധാനങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ ഒരു പക്ഷെ വായിക്കാം. ഒരു മുംബൈ സ്വദേശിയായ രശ്മി ബെൻസാൽ എന്ന ഒരു രചയിതാവ് രചിച്ച, അതിൻ്റെ മലയാളം കറണ്ട് ബുക്സൊക്കെ പ്രസിദ്ധീകരിച്ചത് കാണാം. വേറിട്ട വഴികളിലൂടെ പാതയിലൂടെ വിജയം നേടിയവർ, വാക്കുകളിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലായി ആ പുസ്തകത്തിൽ സൂപ്പർ 30 ട്യൂഷൻ എന്ന പേരിൽ JEE പോലെയുള്ള IIT എൻട്രൻസുകൾക്ക് വേണ്ടിയുള്ള എക്സാമുകളിൽ ഉന്നതമായ സ്ഥാനം, ഒരേ സെൻറ്ററിൽ നിന്ന് 33 പേര് വരെ ഒരേ സമയം എൻട്രൻസ് നേടുക എന്ന് പറയുന്ന അത്ഭുതകരമായ നേട്ടം കൈവരിച്ചതിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ അവിടെ അവരുപയോഗിച്ച പ്രധാന ടെക്നിക്ക് കാണാം. അതിലെ ഒരു ടെക്നിക്ക് എന്താ അറിയോ? ക്വസ്റ്റ്യൻ മേക്കിംഗ്, ചോദ്യം ഉണ്ടാക്കുക, ചോദ്യങ്ങൾ രൂപപ്പെടുത്തുക മാക്സിമം. ഇപ്പോൾ ഒരു കിതാബ് പഠിക്കുമ്പോൾ ആ കിതാബിൽ മാക്സിമം ചോദ്യം ഉണ്ടാക്കി നോക്കും, നിങ്ങൾക്ക് പിന്നെ ആ കിതാബ് മുഴുവൻ ഗ്രാഹ്യമായിരിക്കും. ഒരു ടെക്നിക്കാണ്, പഠിക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന ടെക്നിക്കാണ്. ഇതിലെല്ലാറ്റിലും ഉപരി ഒരു മതപരമായ അറിവ് നേടുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഏതൊരറിവും നേടുന്ന ഒരു വിദ്യാർത്ഥിയുടെ സവിശേഷമായ കഴിവ്, മികവ് എപ്പോഴാണെന്നറിയോ? കുറേ ഡാറ്റകൾ ശേഖരിക്കുന്നതിലല്ല ഒരു വിദ്യാർത്ഥിയുടെ മികവ്. ഡാറ്റകൾ ശേഖരിക്കാൻ നമ്മുടെ കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കും, ലാപ്ടോപ്പുകൾക്ക് സാധിക്കും, മറ്റ് ഈ ഡിവൈസുകൾക്കൊക്കെ സാധിക്കും. അതിലെ യോഗ്യതകൾ നമ്മളെ സ്വാധീനിക്കുമ്പോഴാണ്, ഔസാഫുകൾ നമ്മളെ സ്വാധീനിക്കുമ്പോഴാണ് വിദ്യാർത്ഥിക്ക് പ്രസക്തിയുള്ളൂ. ഒരു ക്യാമ്പസിൽ മുതിർന്ന ഒരു വിദ്യാർത്ഥി ജൂനിയറായ അദ്ദേഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ഒരു വിദ്യാർത്ഥിയെ സെർവ് ചെയ്യണം, ആ വിദ്യാർത്ഥിക്ക് സർവീസ് ചെയ്യണം, സേവനം ചെയ്യണം എന്ന മനോഭാവം വെച്ച് പുലർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സീനിയർ വിദ്യാർത്ഥി ഉന്നതനാണ്, കഴിവുറ്റവനാണ്. കാരണം ലീഡർഷിപ്പിലെ ഏറ്റവും മേജർ ഹൈലൈറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്താണ്? സയ്യിദുൽ ഖൗമി ഖാദിമുഹു. ഖിദ്മത്താണ് ഏറ്റവും വലിയ വാല്യുബിളായ ഒരാളുടെ ഹൈലൈറ്റ്. അതാണ്. സർവീസ് ചെയ്യാൻ കഴിയുക എന്നത് ഒരാളുടെ ക്വാളിറ്റിയാണ്. തല്ലിത്തോൽപ്പിക്കുക എന്നുള്ളത് കഴിവൊന്നുമല്ല. മൃഗങ്ങൾക്കൊക്കെ സാധിച്ചേക്കും. തല്ലുമാല, ഒരു സ്കൂളിലെ വിദ്യാർത്ഥി മറ്റു സ്കൂളിലെ വിദ്യാർത്ഥിയെ തല്ലുക, മുതിർന്ന വിദ്യാർത്ഥി ജൂനിയർ വിദ്യാർത്ഥിയെ തല്ലുക, ഒക്കെ വൃത്തികേടാണ്, ഖബീഹാണ്, വളരെ അഴുക്കുചാലാണ്. അതൊക്കെ വിദ്യാർത്ഥിയുടെ സവിശേഷതയല്ല. ഒരു വിദ്യാർത്ഥിക്കുണ്ടാകേണ്ട ക്വാളിറ്റിയാണ് തൻ്റെ സൊസൈറ്റിയെ ഉൾക്കൊള്ളാൻ കഴിയുക, തൻ്റെ സൊസൈറ്റിയെ ഇൻക്ലൂസീവായിട്ട് സമീപിക്കാൻ കഴിയുക, തൻ്റെ ഈ ഒരു സമൂഹത്തെ ഉൾക്കൊള്ളാൻ കഴിയുക. സ്വന്തം മാതാവിൻ്റെ മുമ്പിൽ, പിതാവിൻ്റെ മുമ്പിൽ സംതൃപ്തനാകാൻ കഴിയാത്തൊരു വിദ്യാർത്ഥി അവൻ്റെ കഴിയിലുള്ള ഒന്നിനും ഒരു ഗുണവുമില്ല. സ്വന്തം ഉമ്മയുടെ അടുക്കൽ, സ്വന്തം ഉപ്പയുടെ അടുക്കൽ മർലിയാകാൻ, തൃപ്തനാകാൻ കഴിയാത്തൊരു വിദ്യാർത്ഥിക്ക് ഒരു സവിശേഷതയില്ല, ഒരു ക്വാളിറ്റിയും ഇല്ല. അതിനേക്കാൾ ഒരുപക്ഷെ നല്ലത് ആ കമ്പ്യൂട്ടർ തന്നെയാണ്.
ആ ഡാറ്റ കുറച്ചുകൂടി അവിടെ എന്താണ്, സേവ്ഡ് ആണ്. ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അവൻ്റെ സ്രഷ്ടാവിനെ അറിയാൻ കഴിയുക, ആ സ്രഷ്ടാവിൻ്റെ ആളാകാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. അത് പ്രാഥമിക തലം മുതലേ പരിശീലിച്ചു വരേണ്ട ഒരു സാധനമാണ്. നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ ഇരിക്കുമ്പോൾ, നമ്മളൊരു സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോൾ, ഇപ്പം നമ്മളിവിടെ സദസ്സിൽ ഒരുമിച്ച് കൂടുമ്പോൾ ആദ്യം പറഞ്ഞ വാചകം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് ഒരു സൈനാണ്. അള്ളാഹുവിൻ്റെയും എൻ്റെയും ഇടയിലുള്ള മഹബത്തിൻ്റെ ഒരു സൈനാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് സുജൂദ് ചെയ്യുന്നു. സുജൂദ് ചെയ്യാൻ കഴിയുക എന്നത് അവർണ്ണനീയമായ ഒരു സൗഭാഗ്യമാണത്. ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു വാക്കുകൾക്ക് വർണ്ണിക്കാൻ കഴിയാത്ത ഒരു സൗഭാഗ്യമാണത്. സുജൂദ് ചെയ്യാൻ കഴിയുക വലിയൊരു സൗഭാഗ്യമാണത്. അത് ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്നവനായിരിക്കണം ഒരു മതവിദ്യാർത്ഥി. അതേത് ജൂനിയർ തലം മുതൽ എത്ര സീനിയോറിറ്റി ഉള്ളവർക്ക് വരെ സാധിക്കേണ്ട ഒന്നാണ് തൻ്റെ ആരാധനകളിൽ. കാരണം ടൈം ലൈനിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന, മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട ടേണിങ് എല്ലാറ്റിലും വരുന്നതാണ് നിസ്കാരം. ഒരു ടേണിങ്ങാണ്. ലുഹറിൻ്റെ സമയത്തെ ഈ നേരെ വരുന്നൊരു സമയം ടേണിങ്ങാണ്. അസ്ർ തിരിച്ചുപോക്കിൻ്റെ ഒരു ടേണിങ്ങാണ്. ഖുറൂബ് തിരിച്ചുപോക്കിൻ്റെ നെക്സ്റ്റ് ടേണിങ്ങാണ്. പിന്നെ ഇശാഇൻ്റെ അശ്ശഫഖുൽ അഹ്മർ, അത് മായുന്ന ആ സമയം, ഇതൊരു ടേണിങ്ങാണ്. ഈ ടേണിങ്ങുകളിലെല്ലാം സുജൂദ് ചെയ്യാൻ കഴിയുക എന്നത് ഏറ്റവും ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഏറ്റവും ആസ്വദിച്ച് മാത്രം ചെയ്യേണ്ട ഒന്നാണ്. അത് വിദ്യാർത്ഥിയാണ്, പ്രത്യേകിച്ച് മതവിദ്യാർത്ഥിയാണ് അത് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. ഒരു പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ, നമ്മുടെ ഈ നല്ല ബന്ധങ്ങളുടെ അതിൻ്റെ വൃത്തം, ആ വൃത്തം എപ്പോഴും ഇങ്ങനെ തഖ്വിയത്ത് നിരന്തരം ശക്തിപ്പെടുത്തേണ്ടതാണത്. ഒരു കിതാബ് എടുത്ത് മുമ്പിലിരിക്കുമ്പോൾ മീസാനാണെങ്കിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ലബ്ബൽ ഖാഹിരി റഹിമഹുല്ല, അവിടെ നിന്ന് അങ്ങോട്ട് ഇനി തുഹ്ഫയാണെങ്കിൽ ബഹുമാന്യനായ ഒരു കാലഘട്ടത്തിൻ്റെ മുജദ്ദിദായ, വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത സമുദ്ര സമാനരായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു, കേരളീയരുമായി അഭേദ്യമായി ബന്ധമുള്ള ഒരു ലോകോത്തര പണ്ഡിതനാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു. ഈ കിതാബ് എടുത്ത് തുഹ്ഫ എടുത്ത് മുമ്പിൽ ഇരിക്കുമ്പോൾ ആ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവും നമ്മളും തമ്മിൽ കണക്റ്റഡ് ആകുന്ന ഒരു പോയിന്റാണത്. ആ മഹാന്മാരുടെ മദദ് കിട്ടാൻ കാരണമാകുന്ന ഒരു പോയിന്റാണത്. ഫതുഹുൽ മുഈൻ എടുത്ത് മുമ്പിൽ ഇരിക്കുമ്പോൾ ലോക മുസ്ലിം ജനത ആദരവോടുകൂടെ കാണുന്ന ഒരു ഗ്രന്ഥമാണ് ഫതുഹുൽ മുഈൻ. ബഹുമാനപ്പെട്ട അൽ ഇമാം സൈനുദ്ദീൻ അൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു, മഹാനവറുകളും നമ്മളും കണക്റ്റഡ് ആകുന്ന ഒരു പോയിന്റാണത്. അവരെ മനസ്സിൽ ജനിപ്പിക്കണം, മനസ്സിൽ കൊണ്ടുവരാൻ കഴിയണം. ഒരു വിദ്യാർത്ഥി അവൻ്റെ ഒരു കിതാബ് എടുക്കുന്ന സമയത്ത് ഒരു ഈ വൈബ് അവൻ്റെ മുഴുവൻ സെല്ലുകളിലും അടിച്ച് കയറണം. ഒരു ഫതുഹുൽ മുഈൻ കയ്യിലെടുക്കുമ്പോൾ, ഫതുഹുൽ മുഈൻ നിസാര ഗ്രന്ഥമല്ല. യമന് പോലെയുള്ള പ്രദേശങ്ങളിലെയൊക്കെ ശാഫഈ പണ്ഡിതന്മാർ മിൻഹാജിൻ്റെ മുഴുവൻ ശുറൂഹും പഠിച്ചതിന് ശേഷം ആ പഠിച്ചതിലെ മുഅ്തമദും അല്ലാത്തതും വേർതിരിക്കാനും ആ പഠിച്ചതിനെ എല്ലാറ്റിനെയും കൂടി ഫിൽട്ടർ ചെയ്യാനും ഉപയോഗിക്കുന്നത് കൂടിയാണ് ഫതുഹുൽ മുഈൻ എന്ന കിതാബ്. ശാഫഈ ഫിഖ്ഹിലെ സഞ്ചാര പദങ്ങൾ, അതായത് ഇമാം ശാഫഈ റളിയല്ലാഹുവിൻ്റെ ശിഷ്യന്മാരുടെ ഗ്രന്ഥരചനകൾ വന്നു. അതിൽ ഗസാലി ഇമാമിൻ്റെ വസീത്തും ബസീത്തും വജീസും, അതിന് ശേഷം അത് മിൻഹാജിലേക്ക് വരുന്നു. മിൻഹാജിൻ്റെ ശുറൂഹാണ് പിന്നെ ശാഫഈ ഫിഖ്ഹിൻ്റെ സഞ്ചാരം. അത്ഭുതമാണത്. പഠിച്ചാൽ നമ്മൾ കോരിത്തരിക്കും ഫിഖ്ഹിൻ്റെ സഞ്ചാരം. ഇതെല്ലാം കൂടി ആറ്റിക്കുറുക്കിയ ഒരു അനുഗ്രഹീത രചനയാണ് ഫതുഹുൽ മുഈൻ. കിതാബുൻ ശഅ്നുഹു അജബു, അല്ലേ? അജബാണത്. ഇങ്ങനെ ഓരോന്നും
അതേസമയത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു അക്കാദമിക് പഠനത്തിൽ ഒരു കെമിസ്ട്രിയുടെ പുസ്തകം എടുത്ത് നെഞ്ചോട് ചേർത്തുന്നൊരു മനുഷ്യന് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് അയാളുടെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ പറ്റുമോ? പലപ്പോഴും കഴിയില്ല. അതേസമയം നമുക്ക് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കിതാബ് എടുത്ത് നെഞ്ചോട് ചേർക്കുമ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്ന മഹാന്റെ ജീവിതം നമുക്ക് നെഞ്ചോട് ചേർക്കാം. അതേസമയത്ത് അക്കാദമിക് അങ്ങനെയാണോ? അല്ല. ഇൽമ് എന്ന് പറയുന്നത് ഈ മുസ്ലിം അഇമ്മത്ത്, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരുടേതാണ്. അവരുടെ ചലനം ആണ് ഇൽമ്. മറ്റതൊക്കെ ഇൽമ് എന്നൊന്നും പറയാൻ കഴിയില്ല. നേടണം, നമ്മളെല്ലാ അറിവും പഠിക്കണം, ഉപയോഗിക്കണം. അതേസമയത്ത് ഞാൻ പറയുന്നത്, ഒരു മതവിദ്യാർത്ഥി അവൻ്റെ ഒരു ഗ്രന്ഥം അതേതാണെങ്കിലും, നഹ്വാണെങ്കിലും സർഫാണെങ്കിലും മന്തിഖാണെങ്കിലും മാനിയാണെങ്കിലും അത് രചിച്ച ആ മഹാന്മാർ നമുക്ക് മഖ്ബൂലാണ്. അവരുടെ സേവനം നമുക്ക് മാതൃകയാണ്. ആ സേവനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മീസാൻ എന്ന രചന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര നൂറ്റാണ്ട് മുമ്പെയാണ് ഇത് രചിച്ചത്. പക്ഷെ ഇന്നും അത് സ്വീകാര്യമല്ലേ? അതേസമയം നിങ്ങൾ ഒരു 50 കൊല്ലം മുമ്പുള്ള ഒരു മലയാള മനോരമ പത്രം എടുത്ത് വായിച്ചു നോക്ക്, നിങ്ങൾക്ക് ഇന്ന് ദഹിക്കുമോ? എത്രമാത്രം അകലുണ്ട്. അതേസമയം ഒരു മീസാനും ഈ കാലഘട്ടവും തമ്മിൽ എത്രമാത്രം അടുത്ത് കിടക്കുന്നു. ഡിസ്റ്റൻസ് അവിടെ എത്രമാത്രം ഖരീബാണ്, എത്രമാത്രം ആ തഖാറുബ് എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കി നോക്കൂ. ഒരു കറാമത്താണ് ഈ രചനകൾ. അതുകൊണ്ട് തന്നെ ഒരു മതവിദ്യാർത്ഥി എന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലെ 24 hours എനി ടൈം കുല്ലു വഖ്തിൻ മുഴുവനും അനുഗ്രഹീതമാണ്. എല്ലാം ഇൻസ്പേർഡ് ആകുന്നതാണ്. അവനെങ്ങനെ ധരിപ്പിച്ച് നിർത്താൻ മതിയായതാണ്. കാരണം അവൻ്റെ ഈ സമർപ്പണം, അത് ഈ ചര്യ, നബിതങ്ങളുടെ ദീനിൻ്റെ ഈ പവിത്രമായ ചര്യ നിലനിർത്താനുള്ള ഒരു ശ്രമമല്ലേ? മൻ തമസ്സക സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. ഇത് നാവ് കൊണ്ടായിപ്പോയാൽ അത് നഷ്ടമാണ്. നമ്മുടെ ഖൽബിൻ്റെ ഉള്ളിൽ നാം രാവിലെ എഴുന്നേറ്റ് സുബ്ഹിക്ക് വേണ്ടി ആ എഴുന്നേൽക്കുന്ന സമയത്ത് അൽഹംദുലില്ല പറയുമ്പോൾ ആ അൽഹംദുലില്ലയുടെ വോയിസ് മോഡുലേഷൻ അത് നമ്മെ ഈ അടുത്ത ഒരു ഇൽമിൻ്റെ ദിവസത്തിലേക്ക് ഞാൻ വീണ്ടും ജനിച്ചു എന്ന് തോന്നിക്കുന്ന ആ വോയിസ് മോഡുലേഷൻ വരണം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ പറയാൻ പറ്റണം. അങ്ങനെ പറയാൻ പറ്റുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി ശരിക്കും വിദ്യാർത്ഥിയാകുന്നത്. ഒരു കിതാബ് എടുക്കാൻ വേണ്ടി ഒരു ക്ലാസ്സിന് വേണ്ടി ഇരിക്കുമ്പോൾ മൂഡ് ഓഫോടെ ചടഞ്ഞു പോയി ഇരിക്കുക എന്ന് പറയുന്നത് നഷ്ടമാണ്. പകരം ഒരു ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഓരോ സെല്ലിലും ഇത് തെരിച്ച് കയറണം. ഒരുപാട് ഇമാമിയങ്ങൾ, ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ സർക്കിൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആ മഹാന്മാരുടെ സർക്കിളിലേക്കാണ് നമ്മളെ ചെന്ന് ചേർക്കുന്നത്. ഇൽമിൻ്റെ അഹ്ലുകാരൻ മറ്റുള്ളവരെ പോലെയാണോ? അല്ല. നമ്മെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓരോ നിമിഷവും നമ്മങ്ങനെ ചേർത്ത് കൊണ്ടുപോകുന്നത് ആദം നബി അലൈഹിസ്സലാം മുതലുള്ള അമ്പിയാക്കൾ. കാരണം ഇപ്പം എനിക്ക് പറയാം, ഞാൻ ഈ തലപ്പാവ് ധരിക്കുമ്പോൾ ഈ തലപ്പാവിൻ്റെ സനദ് എൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, അള്ളാഹു മഹാനവറുകൾക്ക് നല്ല ആഫിയത്തും ഹിമ്മത്തും എല്ലാ സന്തോഷവുമുള്ള ആയുസ് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മദത് നമുക്ക് ജീവിതത്തിൽ എല്ലായിടത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഉസ്താദ് മുതൽ ഞാൻ 41ാമത്തെ ഉസ്താദിനെ എണ്ണിയാൽ സയ്യിദുന അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എണ്ണാൻ പറ്റും. നബി തങ്ങളാരാ? എല്ലാ അമ്പിയാക്കളുടെയും സയ്യിദുൽ അംബിയാ വൽ മുർസലീൻ. അപ്പം ഈ കണ്ണി ചേരുന്നത് എവിടെയാ? ഫ്രണ്ട് സർക്കിൾ ചേരുന്നത് എത്ര വലുതാ! ഹ്യൂമൻ ഹിസ്റ്ററി, മനുഷ്യ ചരിത്രത്തോളം വലിയ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളാണ് ഇവിടെ രൂപപ്പെടുന്നത്. അതേസമയം താടി വരച്ച് തലമുടി വികൃതിയാക്കി പാൻറ്റും അരമുറിയും പാൻറ് ധരിച്ച് ഇങ്ങനെ നടക്കുന്ന പുതിയ ഫാഷൻ, ഈ ഫാഷൻ്റെ ജന്മം എപ്പോൾ ഉണ്ടായതാണ്? ആ ഫാഷൻ്റെ പിതാവിൻ്റെ ആയുസ് എത്ര? അതിൻ്റെ അപ്പുറം ഒരാളുണ്ടോ? നത്തിങ്, ശൂന്യം.
ആ ജന്മം കൊള്ളുന്നത് എവിടെ നിന്നാ? അയാൾ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന പേരിൽ. സിനിമയിൽ അഭിനയിച്ചിട്ട് എന്ത് സമ്മാനിച്ചു? പവിത്രമായ മനസ്സുള്ള വിദ്യാർത്ഥികളെ തമ്മിൽ തല്ലിച്ചു. ഇതാണ് അവൻ ചെയ്തത്. ഈ പാരമ്പര്യം എവിടെ ചെന്ന് മുട്ടും? അബൂജഹൽ ചെന്ന് മുട്ടുന്നത് കാണാം, കാറൂനിൽ മുട്ടുന്നത് കാണാം, ചിലപ്പോഴൊക്കെ ഹാമാനിൽ മുട്ടുന്നത് കാണാം, മറ്റു ചിലപ്പോഴൊക്കെ ഫിർഔനിൽ മുട്ടുന്നത് കാണാം, മറ്റു ചിലപ്പോൾ. വളരെ ചെറിയ സർക്കിൾ, ബാഡ് സർക്കിൾ, അക്ബഹ്. ഈ ഫ്രണ്ട്ഷിപ്പിന് വല്ല അർത്ഥമുണ്ടോ? അവിടെ ചങ്ക് എന്ന് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പദം പോലും നീചമാണ്. ഇവിടെ ഒരു മുഅ്മിൻ എന്ന അഡ്രസ്, ആ ഉഖുവത്ത് സൂപ്പർ, അഹ്സൻ. വാക്കുകൾ അപ്രസക്തം. അത്രമേൽ പവിത്രമാണ് നമ്മളെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ. നമ്മളെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ അത്രയും വലുതാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആഖിറത്തിലെത്തിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിൻ്റെ അഹ്ലുകാരെ മാറ്റി നിർത്തുന്നു. എല്ലാവരും പോകുമ്പോൾ നിക്ക് പോകണ്ട. എന്തേ? നിങ്ങളെ സ്പെഷ്യലായിട്ട് ആദരിക്കണം. നിങ്ങളെ പിന്നാലെ കൂടിയ ഒരാളെ പോലും വെറുതെ വിടാൻ പാടില്ല. അവരെ പോലും കൊണ്ടുപോകണം സ്വർഗത്തിലേക്ക് എന്ന് പറയാൻ പറ്റുന്ന ഒരു സൗഭാഗ്യവാന്മാർ. അതിനുവേണ്ടി ഇവിടെ എന്ത് ത്യാഗം ചെയ്താൽ എന്താ? അവിടെ വേണ്ടി ഇവിടെ കുറച്ചു കാലം ഫ്രണ്ട്ഷിപ്പൊക്കെ, ഇവിടുത്തെ ഈ വൃത്തികെട്ട ഫ്രണ്ട്ഷിപ്പൊന്ന് നഷ്ടപ്പെട്ടാൽ എന്താ? സർക്കിൾ വളരെ ചെറുതായ സർക്കിൾ ഒഴിവായിട്ട് വലിയൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ലഭിച്ചാൽ അതല്ലേ നേട്ടം? അള്ളാഹു നമുക്കങ്ങനെ ചിന്തിക്കാനും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഒന്നുകൂടി ആദ്യം പറഞ്ഞ ആ ഖൗൽ തഈദ് ചെയ്ത് പറയുന്നു. ജീവിതം സന്തോഷിച്ച് ജീവിക്കാനുള്ളതാണ്. ജീവിതം ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ളതാണ്. ലാ തഹിനു വലാ തഹസനു വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. ഈമാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉന്നതർ, നമ്മളാണ് ഉന്നതർ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കലും ലാ തഹിനു വലാ തഹസനു, ടെൻഷൻ അടിച്ച് ഒരു വിശ്വാസി ജീവിക്കരുതേ. അള്ളാഹുവിൻ്റെ നമ്മളോടുള്ള ഒരു അഭ്യർത്ഥനയാണ്, മാർഗനിർദ്ദേശമാണ്. വിദ്യാർത്ഥി ജീവിതം അനുഗ്രഹീതമാണ്, സന്തോഷകരമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയത്തിൽ ഇടപെടാനോ അഭിപ്രായം പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ അവസരം കിട്ടിയതിൽ ഏറെ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. നിങ്ങളെ ഈ സമയം വിനിയോഗിച്ചതിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ചെറിയ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ആർക്ക് എന്തെങ്കിലും സംസാരിക്കണം? ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് സംസാരിക്കാം. ഏതായാലും ഹസനിയയിലെ ക്യാമ്പസിൽ ഇത്രയും ഇൽമിൻ്റെ അഹ്ലുകാർ ഒന്നിച്ചിരുന്നു എന്നത് ഒരു വലിയ സൗഭാഗ്യം. ഇവിടെ നിങ്ങളെ കൂടെ കുറച്ച് സമയം ഇരിക്കാൻ കഴിയുക എന്നത്, ഞാൻ അതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അതേസമയം നിങ്ങളെ ഉപദേശിച്ചു എന്നൊന്നും കരുതരുത്, അതിന് ഞാൻ അഹലല്ല. മറ്റു പദങ്ങളൊക്കെ മറ്റുള്ളവരുടേതാണ്. അതിൻ്റെ അർഹരൊക്കെ അത് പറയുന്നവർ മാത്രമാണ്. അർഹത അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലായാലാണ് അർഹത എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇൽമിനെ സ്നേഹിക്കുന്നു, ഇൽമിൻ്റെ അഹ്ലുകാരെ സ്നേഹിക്കുന്നു, ശ്രമിക്കുന്നു. ഇൽമ് വേണം, അതുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നതിന് ശ്രമിക്കുന്നു. അതാണ് നമ്മുടെ യോഗ്യത. നന്മയുള്ള മോമിൻ എന്ന് പറയുന്നത് മൻ സറത്തുഹു ഹസനത്തുഹു വസാഅത്തുഹു സയ്യിഅത്തുഹു ഫഹുവ മുഅ്മിൻ. നല്ലത് ചെയ്യുമ്പോൾ സന്തോഷം തോന്നണം. അൽഹംദുലില്ലാഹ്, ഇൽമിൻ്റെ സദസ്സിലിരിക്കാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. വസാഅത്തുഹു സയ്യിഅത്തുഹു, വല്ലപ്പോഴും വല്ല മിസ്റ്റേക്കും പറ്റുമ്പോൾ ഇരുന്ന് സംസാരിച്ചപ്പോൾ വേണ്ട അത്ര ഗുണമില്ലാത്തൊരു സംസാരം സംസാരിച്ചു പോയി. സയ്യിഅത്തുഹു സാഅത്തുഹു, അതവന് പ്രയാസം ഉണ്ടാക്കണം. ഫഹുവ മുഅ്മിൻ. അൽ മുഅ്മിനു ഇദാ അഹ്സന ഇസ്തബ്ശറ വഇദാ അസാഅ ഇസ്തഗ്ഫറ. സത്യവിശ്വാസി എന്ന് പറയുന്നത് നല്ലത് ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് ഹാപ്പി ആയിരിക്കണം. വല്ലപ്പോഴും മിസ്റ്റേക്കുകൾ പറ്റിയാൽ ഇസ്തഗ്ഫറ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, യതൂബു ഇലല്ലാഹ്, ഫഹുവ മുഅ്മിൻ. എന്തേ പറയുന്നു? ആർക്കും സംസാരിക്കട്ടെ. നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയാം, തിരുത്താനുണ്ടേ അതും പറയാം. അർഹത ഇല്ലേ? ഇതുണ്ടോ മൈക്ക്? വേറെ ഒന്ന് കൊടുക്കാൻ പറ്റും? ഇതിൽ പറയാം. എനിക്ക്
എനിക്കും കേൾക്കാം, സാസിനും കേൾക്കാം. ടൈം മാനേജ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന പ്രശ്നമാണ് ഡിസ്ട്രാക്ഷൻ എന്നുള്ളത്. നമുക്ക് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകണ്ട. അപ്പോൾ അതിനെന്തെങ്കിലും ഭൗതികമാണെന്നുണ്ടെങ്കിലും ആ ഭൗതികത്തിലാണ് കൂടുതൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിനെന്തെങ്കിലും മെത്തേഡുകളുണ്ട്? അതായത് ഇപ്പോൾ നമ്മൾ സുബഹിക്ക് ശേഷം ഇപ്പോൾ ഇവിടെ ക്ലാസ് തുടങ്ങി 7 മണിക്കാണ് ക്ലാസ് തുടങ്ങുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയമുണ്ട്. ആ സമയം ഞാനിപ്പോൾ എന്തിനെങ്കിലുമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസുകളുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് ഒരു കാര്യത്തിന് ചിലവഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ബാക്കിയുള്ള സമയം മടിയായിട്ട് തോന്നുന്നു. നമുക്ക് ആ വിഷയത്തിനുള്ള താല്പര്യക്കുറവുകൊണ്ടല്ല, പക്ഷേ എന്തോ ഒന്ന് വിശ്രമിക്കണം എന്ന് തോന്നുന്നു. അതിനെന്തേലും അതായത് നമ്മളൊരു മണിക്കൂർ സമയം ഉപയോഗിക്കുമ്പോൾ കുറച്ച് സമയം ഉപയോഗിച്ചു ഒരു 1/4 മണിക്കൂർ 20 മിനിറ്റ് ആകുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്തു, ടൈം ഡൈവേർട്ടഡ് ആയി പോകുന്നു, തക്കല്ലുബായി പോകുന്നു. എന്താണ് അതിൻ്റെ പരിഹാരം? സമയം എപ്പോഴും ഡിവൈഡ് ചെയ്ത് മാത്രം ഉപയോഗിക്കും. ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്ക് ഒരു മുറുക്ക് വെള്ളം കുടിക്കാം. ബ്രെയിൻ ജിമ്മാണ്, ഏറ്റവും നല്ല ബ്രെയിൻ ജിമ്മാണ് വാട്ടർ, വെള്ളം കുടിക്കുന്നത്. ഡ്രിങ്കിങ് എന്നത് ഷുർബ്, കുറേ അല്ല കേട്ടോ, ഒരു മുറുക്ക് വെള്ളം കുടിക്കുന്നത് ബ്രെയിൻ ജിമ്മാണ്. അത് നല്ലതാണ്. അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് ആകുമ്പോൾ എഴുന്നേറ്റ് 1 മിനിറ്റ് നടക്കുക, 60 സെക്കൻഡ് നടക്കുക, നല്ലതാണ്. മറ്റൊന്നാണ് സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈയും കാലും ഒന്ന് വലിച്ച് നീട്ടി ഒരു എത്ര സെക്കൻഡാണോ ലോങ് ബ്രീത്തിങ്ങോടുകൂടെ ഹോൾഡ് ചെയ്യാവുന്നത് അത്ര സമയം ഹോൾഡ് ചെയ്യുക. ഇത്തരം സംഗതികൾ ചെയ്യുമ്പോൾ ഡിസ്ട്രാക്ഷൻ കുറയും, മവാനിയ കുറയും. ആ മവാനിയകളിൽ നിന്ന് നമുക്ക് സേഫ് ആകാൻ പറ്റും ഇങ്ങനെ ശ്രദ്ധിച്ചാൽ. ശ്രദ്ധിക്കേണ്ടത്, 1 മണിക്കൂർ സമയം ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റിലിരിക്കുക. ഈ 1 മണിക്കൂർ ഞാൻ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, എത്ര സമയം എന്തിനുപയോഗിക്കുന്നു. 1 മണിക്കൂർ എനിക്ക് ഇന്ന സബ്ജക്റ്റ് വായിക്കാനുണ്ട്. ആ വായിക്കുകയാണെങ്കിൽ എത്ര സമയം വായിക്കുന്നു? 1 മണിക്കൂറും വായിക്കുകയാണോ? അല്ല. 1 മണിക്കൂർ ഒന്നിച്ച് ഒരേ സംഗതിയിൽ ഉപയോഗിക്കണമെന്നില്ല, ഡിവൈഡ് ചെയ്യുക. ഇനി ഒരേ സംഗതിയിൽ 1 മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് എന്ത് കൊണ്ടുവരിക? ബ്രെയിൻ ജിമ്മ് കൊണ്ടുവരിക, ബ്രേക്ക് കൊണ്ടുവരിക. ഓക്കെ, സിമ്പിൾ ടെക്നിക്കാണ്. വല്ലപ്പോഴും മൂഡ് ഓഫ് വരുന്നുണ്ടെങ്കിൽ ഒരു 11 മറ, ഒരു 11 വട്ടം എന്ത് ചെയ്യുക? ലോങ് ആയിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, നല്ല ആശ്വാസം കിട്ടും. ലോങ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്, നല്ല ആശ്വാസം കിട്ടും. ഓക്കെ, പഠനത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ നന്നായിട്ട് ഫലപ്പെടും. ടൈം ഡിവൈഡ് ചെയ്യുക എന്നുള്ളതിൽ സൂക്ഷിക്കേണ്ട ഒരു സംഗതി കൂടിയാണ്. ഇടവേളകളിൽ ബ്രെയിൻ ജിം ഉപയോഗിക്കുക, സ്ട്രെച്ച് ഉപയോഗിക്കുക, ബ്രീത്തിങ് ടെക്നിക്ക് ഉപയോഗിക്കുക. ബ്രീത്തിങ് ടെക്നിക്ക് എന്നൊക്കെ പറയുന്നത് പ്രൂവ്ഡാണ്, സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്. ബ്രീത്തിങ് എന്നതിൽ പറയാൻ സിമ്പിളാണ്, സയൻറ്റിഫിക്കലി പ്രൂവ്ഡാണ്. എന്ന് പറഞ്ഞാൽ ലോങ് ആയിട്ട് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിലേക്ക് കൂടി വൃത്തിയിൽ വരാൻ അത് ഉപകാരപ്പെടും. ബ്രെയിൻ എപ്പോഴും, ബ്രെയിനിൻ്റെ സ്വഭാവം എന്താ? നിങ്ങൾക്ക് ചിന്തകൾ, തോട്ട് പ്രോസസ്, തഫക്കുർ, ഈ തഫക്കുർ യുസറാകണമെങ്കിൽ എന്തു വേണം? ബ്രെയിൻ നനഞ്ഞ് കിടക്കണം, ഹൈഡ്രേറ്റഡ് ആയി കിടക്കണം. അങ്ങനെ ഹൈഡ്രേറ്റഡ് ആയി കിടക്കുന്ന സമയത്ത് സർക്കുലേഷൻ, തോട്ട് സർക്കുലേഷൻ സിമ്പിളായിരിക്കും. അത് നിങ്ങൾ കുറച്ച് സമയം നല്ല അഗാധമായ വിഷയങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആകും, ഡീഹൈഡ്രേറ്റഡ് ആകും ബ്രെയിൻ. അപ്പോൾ ഇങ്ങനെ ഉറക്കു തൂക്കുകയോ മൂഡ് ഓഫ് ആകുകയോ ചെയ്യും. കാരണം തോട്ട് പ്രോസസ്സ് എന്ത് ചെയ്തു? സ്ലോ ആയി, ഒഴ്സറായി. തോട്ട് പ്രോസസ്സ് ഒഴ്സറാകുമ്പോൾ അപ്പോൾ പ്രയാസം വരും. അപ്പോൾ എന്ത് വേണം? നിങ്ങൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഹൈഡ്രേറ്റഡ് ആകാൻ അത് സഹായിക്കും. അപ്പോൾ തോട്ട് സർക്കുലേഷൻ, ചിന്തയുടെ തഫക്കുറിൻ്റെ പോക്കുവരവ്, ഇന്തിഖാലാത്ത്, അത് എളുപ്പമാകും. അപ്പോൾ നല്ല സുഖം ഉണ്ടാകും. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സയൻറ്റിഫിക് ആണെന്ന് പറഞ്ഞത്. ഏതായാലും നിങ്ങൾ എന്നെ ഇത്രയും സമയം ഇങ്ങനെ ക്ഷമയോടെ ഈ ചൂടിലിരുന്നത്, ഒന്നിച്ചിരിക്കുമ്പോൾ ചൂട് വളരെ കൂടുതലാണെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളിങ്ങനെ ക്ഷമയോടെ ഇരുന്നത് നിങ്ങളുടെ ഒരു വല്ലാത്തൊരു നിങ്ങളൊരു നന്മയാണ്. ആ നന്മയെ ഞാൻ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആഖിറത്തിലും ഇതുപോലെ ഇൽമിൻ്റെ അഹ്ലുകാരുടെ കൂടെ, മശായിഖുമാരുടെയൊക്കെ കൂടെ
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലില്ലിൽ, അവിടുത്തെ തണലിൽ നല്ല ആഹ്ലാദത്തോടെ ആത്മാഭിമാനത്തോടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മുടെ ഈ ഇൽമിൻ്റെ ജീവിതം സബബാക്കി സ്വീകരിക്കുമാറാകട്ടെ. ജോലി ചെയ്യുന്ന ജോലിക്കാരാകാൻ മനസ്സിൽ സ്വപ്നം കാണരുത്. നിങ്ങൾ സ്വപ്നം കാണേണ്ടത് ഈ സ്ഥാപനത്തിലെ വലിയ സമുദ്ര സമാനരായ പർവ്വതം കണക്കെ വളർന്നു നിൽക്കുന്ന, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രദ്ധേയരായ ഒരുപാട് മാതൃകകളുള്ള വലിയ 2 പണ്ഡിതന്മാർ നിങ്ങളുടെ മുമ്പിലുണ്ട്. അവരുടെയും മേലെ ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന സ്വപ്നം കാണുന്നവരായി ഓരോരുത്തരും വളരണം. നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ കഴിവ് മനസ്സിൽ കണ്ട് നിങ്ങൾ സന്നദ്ധമാണോ? വർക്ക് ചെയ്യാനും ചിന്തിക്കാനും സന്നദ്ധമാണോ? ചിന്തയാണ് ഏറ്റവും വലുത്, ചെയ്യൽ പിന്നെയാണ്. ഏറ്റവും വലുത് ചിന്തയാണ്, പിന്നെയാണ് ചെയ്യൽ. ചെയ്യുന്നതിനേക്കാൾ എത്രയോ വലുതാണ് നിങ്ങളുടെ ചിന്ത. അതുകൊണ്ട് ചിന്തിക്കുക. ചിന്തിക്കുന്നതോടുകൂടെ നിങ്ങൾ ഉന്നതരാണ്. നിങ്ങൾക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയും. എല്ലാവരിലും അതിന് മാതൃകയുണ്ട്. ഇൻഷാ അല്ലാഹ്. വളരെ സന്തോഷം. നല്ലൊരു വ്യക്തമായ മറുപടി ഉസ്താദ് നൽകി. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇതുപോലെ ഒരുപാട് മനസ്സുകളെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് പറന്നുയർക്കാനുള്ള ചിറകൾക്ക് ശക്തി പകരാൻ ഉസ്താദിന് തൗഫീക്ക് നൽകട്ടെ. ഉസ്താദിൻ്റെ സംസാരം, അതേപോലെ ഉസ്താദിൻ്റെ ഭാവം, അതൊക്കെ ശരിക്ക് ഹക്കീം അസ്ഹരി ഉസ്താദിൻ്റെ പോലെയാണ്. ഉസ്താദിൻ്റെ സംസാരമൊക്കെ എൻ്റെ കൂട്ടുകാർ ഇക്ബാലെന്നെ പറഞ്ഞിരുന്നു. ഉസ്താദിൻ്റെ ഓരോ വാക്കുകളൊക്കെ നല്ല അക്ഷരശുദ്ധി, ഇതൊക്കെ എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ആ കഴിവൊക്കെ അങ്ങനെ നിലനിർത്തി ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്താൻ തൗഫീക്ക് നൽകട്ടെ. ക്ലാസ് എല്ലാവർക്കും നല്ല രൂപത്തിൽ ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടന അൻവാറുൽ ഉലൂം സ്റ്റുഡൻസ് അസോസിയേഷൻ്റെയും വിദ്യാർത്ഥികളുടെയും ഇതുപോലെ സ്ഥാപനത്തിൻ്റെ ഒക്കെ നന്ദി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും.